ഹായ് നമസ്കാരം കൂട്ടുകാരെ. താഴന്തവരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കുറേ നാളായി ഞാനൊരു ലോങ് വീഡിയോ ചെയ്യാത്തത്. കുറച്ചും തിരക്കിലായിരുന്നു, കുട്ടികളെല്ലാം വന്നില്ലതുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കുട്ടികളെല്ലാം വന്ന സമയത്ത് എടുത്ത വീഡിയോസാണ്. അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയെന്നേലു, എഡിറ്റിംഗ് എല്ലാം കഴിയുമ്പോഴൊക്കെ അതിൻ്റെ സമയം വൈകിയതാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ വറുത്തതും പിന്നെ ചിക്കൻ എന്ന് പറഞ്ഞിട്ടാണ് അവൾ തുടങ്ങിയത്. പക്ഷേ അതിന് കുറേ വീഡിയോസ് എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. എന്നിരുന്നാലും ഞാൻ എൻ്റെ വിഭവങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ നോക്കുക. പോകാം വീഡിയോയിലേക്ക്. ഇന്നിപ്പോൾ നമ്മളൊരു ചിക്കൻ പൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചിക്കനിൽ മുളകും മഞ്ഞളും വെളുത്തുള്ളിയും ഇഞ്ചിയെല്ലാം പേസ്റ്റാക്കി എല്ലാം കൂടി എൻ്റെ ഫോൺ ഇപ്പോൾ താഴെ പോയതിനെ എൻ്റെ കൈമുട്ടിയാണ്. അപ്പോൾ ഈ പേസ്റ്റെല്ലാം ആക്കിയിട്ട് ചിക്കനിൽ പുരട്ടി വെച്ചിട്ട് മസാല പിടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചീനച്ചട്ടിയിൽ വെച്ച് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ചിക്കൻ അതിലത്തേക്ക് ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വരുമ്പോൾ ലേശം കറിവേപ്പില ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് തോന്നുന്നുണ്ട്. കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഇത് ഈ പാചകമൊന്നും എൻ്റെ വകയല്ല കേട്ടോ, ഇതെല്ലാം മോളുടെ വകയാണ്. ചിക്കൻ വക സാധനങ്ങളൊന്നും നമ്മൾ കൈകാര്യം ചെയ്യില്ല. ഇന്നത്തെ എൻ്റെ ക്യാമറമാൻ മാത്രമാണ് ഞാൻ. കുക്കിംഗ് എല്ലാം മോളുടെ വകയാണ്. അപ്പോൾ അതുകൊണ്ട് അതാണ് എൻ്റെ കൈ തട്ടിട്ട് ഫോൺ താഴെ പോകാൻ കളിച്ചത്. ഇപ്പോൾ എണ്ണയിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലത്തേക്ക് പെരക്കി വെച്ച ചിക്കൻ എല്ലാം എടുത്തിടേണ്ട പരിപാടിയിലാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ഓരോന്നേ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചിക്കൻ പുരട്ടിയത് കാണിക്കറി ഇങ്ങോട്ട്. ഇതാ ചിക്കൻ മസാല പുരട്ടി വെച്ചത് കുറച്ചും എണ്ണയിൽ കിട്ടിയതിന് ശേഷമാണ് ഞാനത് പറഞ്ഞോളൂടെ. അന്നേരം അവൾ കാണിച്ചതാണ്. നോക്കിയത് വീഡിയോ പിടിക്കുന്നതിൻ്റെ രൂപമൊന്നും അറിയില്ലല്ലോ. അപ്പം ഞാനിത് ഇതിൻ്റെ ഉള്ളിൽ ഇത് പറയാൻ വിട്ടുപോയി. അപ്പം അങ്ങനെ ചിക്കനെല്ലാം എണ്ണയിലേക്കിട്ട് ഒന്ന് പൊരിച്ചെടുത്തതിന് ശേഷം ഇതേ എണ്ണയിലേക്ക് തന്നെ കുക്കർ ചിക്കൻ്റെ ചേരുവകളും ഇട്ട് വഴറ്റുന്നതാണെന്ന് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് സവാള, ചെറിയ ഉള്ളി, പച്ചമുളക് ഇതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടാടാ. അപ്പോൾ ആദ്യം നമുക്കിത് ചിക്കൻ പൊരിച്ചെടുക്കാം. ചിക്കൻ നന്നായി പൊരിഞ്ഞ് വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇത് സംസാരിക്കാൻ ഉണക്കൊണ്ടാവില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ക്യാമറ പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ്. ചിക്കൻ പൊരിഞ്ഞ് വരുന്നുണ്ട്. ഇനിയിപ്പോൾ അതിനെ കോരി എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുക്കർ ചിക്കൻ്റെ ചേരുവകളും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്ത് ഒരു ഉള്ളിയെല്ലാം ഇട്ട് മാറ്റി വെച്ചു. അതേ എണ്ണയിലേക്ക് സവാളയും തക്കാളിയെല്ലാം ഇട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുക്കർ ചിക്കൻ എന്ന് പറയുമ്പോൾ ഇതിലേക്ക് ആദ്യം മുളക് പൊടിയും കുരുമുളക് പൊടിയും ചിക്കനും മഞ്ഞൾപ്പൊടിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റും കൂടിയിട്ട് ഒന്ന് ഇതിൽ വരട്ടിയെടുത്തിട്ട് ഒന്ന് കുക്കറിലിട്ട് വേവിച്ചതാണ്. വേവിച്ചതിലേക്ക് രണ്ടാം പാലും ചേർത്തു. അതിൻ്റെ ഒപ്പം അതിൻ്റെ കുറച്ച് മസാലകൾ ഇട്ടിട്ട് അതൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം, മസാല എന്ന് പറഞ്ഞാൽ ചിക്കൻ മസാലയാണ്. അത് തിളപ്പിച്ചതിന് ശേഷം ഇത് ഒന്നാം പാൽ ഒഴിക്കുന്നതാണ്. ഒന്നാം പാൽ ഒഴിച്ച് ഇതിൽ കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ കുക്കർ ചിക്കൻ റെഡിയായി എന്നാണ് പറയുന്നത്. എൻ്റെ ആദ്യ വീഡിയോ ഞാനാണ് വീഡിയോസ് എടുത്തത്. പക്ഷേ എനിക്കത് വീഡിയോസ് എടുക്കുമ്പോൾ പുതിയ ഫോണായിരുന്നു. അതെൻ്റെ കൈ മുട്ടിയിട്ട് ഓഫായിട്ടുണ്ടായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചില്ല. മോള് പാചകം ചെയ്യുന്നത് നോക്കിക്കൊണ്ട് വീഡിയോ പിടിച്ചുകൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ വീഡിയോ ലാസ്റ്റ് നോക്കുമ്പോൾ അതൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതെല്ലാം പറഞ്ഞതാണ്. അപ്പോൾ ചീനച്ചട്ടിയിൽ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും തക്കാളിയെല്ലാം വഴറ്റിയെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കുക്കറിൽ ചിക്കനും മഞ്ഞൾപ്പൊടി ഉപ്പും അതിൻ്റെ കുരുമുളക് പൊടിയെല്ലാം ഇട്ട് വേവിച്ചതിന് ശേഷം പാലെല്ലാം ചേർത്ത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ലേശം കറിവേപ്പിലയും കൂടി വിറകിയിട്ട് നമ്മളെ കുക്കർ ചിക്കൻ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളെ കുക്കർ ചിക്കനും ചിക്കൻ പൊരിച്ചതും ചപ്പാത്തിയെല്ലാം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, കുക്കർ ചിക്കൻ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ, ഉണ്ടല്ലേ. അപ്പോൾ നമ്മളെ കുക്കർ ചിക്കൻ്റെ വിഭവം എങ്ങനെയുണ്ടായിരുന്നു? അതിൽ വിട്ടുപോയ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ.
എല്ലാവരും വീഡിയോ നോക്കി അഭിപ്രായം ഒന്ന് പറയണം. സബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ് ചെയ്യുകയും കൂടി വേണേ. വീണ്ടും ഒരു വീഡിയോയുമായി കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.